മാന്യ പ്രേക്ഷകർക്കും കോമഡിയും മിമിക്സും പിന്നെ KS പ്രസാദും എന്ന പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. ടൗണും ഗ്രാമവും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. വാക്കിൽ മാത്രമല്ല, ജീവിത രീതിയിലും. കാര്യം ടൗണിലുള്ളവർക്ക് തമാശ പറയാനോ ഒന്ന് പരിചയപ്പെടാനോ നിൽക്കാനോ, പരസ്പരം ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റൂമിൽ താമസിക്കണവൻ അപ്പുറത്തുള്ളവനെ മൊബൈലിലൂടെയാണ് വിളിക്കണത്. ഗ്രാമങ്ങളിൽ അങ്ങനെയല്ല. മൊബൈലേ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, മൊബൈലേ അവിടെ വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അന്വേഷിച്ച് പോയി കേശവൻ അന്വേഷിച്ച് രാമൻ കൊണ്ടുവരൂടാ. അല്ലെങ്കിൽ രാമന്റെ വീട് ഏതാന്ന് വെച്ചാൽ രാം ചിലപ്പോൾ കേശവൻ നടന്ന് രാമന്റെ വീട്ടിലാക്കി തന്നിട്ട് ഇവിടെ നിന്ന് അവൻ നടന്ന് 2 ദിവസം കഴിഞ്ഞായിരിക്കും അവന്റെ വീട്ടിൽ ചെല്ലണത്. പക്ഷെ ടൗണിൽ അങ്ങനെയല്ല. ചിലപ്പോൾ വഴി തെറ്റിച്ചെന്നാൽ നമ്മളെ വഴി തെറ്റിക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങോട്ട് വരും. ഇപ്പൊ ഹെൽമെറ്റ് വെച്ച് വരുന്നവരുണ്ട്. ഹെൽമെറ്റ് വെച്ചാൽ അപകടം ഉണ്ടാവില്ല എന്ന് പറയണവരുണ്ട്. ഹെൽമെറ്റ് വെച്ചിട്ടും അപകടം ഉണ്ടായി. കാര്യം ഹെൽമെറ്റ് വെച്ച സ്ഥലം മാത്രം ഒന്നും പറ്റിയില്ല, ഉടനെ ചതഞ്ഞറിഞ്ഞു പോയി. പിന്നെ ഹെൽമെറ്റ് വെച്ചാലും അപകടമുണ്ട്. കാര്യം ഹെൽമെറ്റും വെച്ചാണ് ചില ആൾക്കാർ വഴി ചോദിക്കാൻ വന്നത്. അപ്പൊ അവന്റെ മുഖം കാണാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്കൊരിക്കലും അവൻ വന്നിട്ട് ചേച്ചി ഇങ്ങോട്ടുള്ള വഴി ഏതാണ്, അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഇവിടെ കിടക്കണേ കൊണ്ട് അവൻ അങ്ങോട്ട് പോയി. ഇവൻ ഏതാണെന്നിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നില്ല. അപ്പൊ അതും അപകടമാണ്. പിന്നെ പറയുന്നത് കാറിന്റെയും വണ്ടികളുടെ ഒക്കെ കൂളിംഗ് ഗ്ലാസ് മാറ്റി അകത്തിരിക്കണവരെ ഞങ്ങൾക്ക് കാണണം, അകത്തുനിന്ന് നടക്കണമെന്ന് ഞങ്ങൾക്ക് കാണണം. അപ്പൊ നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അനാശാസ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ അധോലോക ബന്ധങ്ങൾ, ഒരുപാട് ഭീകര പ്രവർത്തനങ്ങൾ, പ്രേമം, പ്രണയം, അതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ വണ്ടിക്കകത്ത് നടക്കാറുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ കൂളിംഗ് ഗ്ലാസ് മാറ്റണമെന്ന് പറയാറ്. ചില സംശയങ്ങൾ നമ്മൾ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ 2 കവിതാക്കൾ റൂം എടുത്ത് താമസിക്കുന്നു, ജനലും വാതിലും കർട്ടനൊക്കെ തുറന്നിട്ടിട്ട് വൃത്തക്ക് കാണത്തക്ക രീതിയിൽ നമ്മൾ ഇരുന്ന് കൊടുക്കണോ എന്ന് പറഞ്ഞാലും അവിടെയും പ്രശ്നങ്ങളാണ്. അപ്പൊ ഏതാണ് ഇതിനകത്ത് ശരിയെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. ഇതേപോലെ ഒരു വഴിയിൽ ഒരു വല്യപ്പൻ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൽ നിന്ന് ചീത്ത പറയുന്നതാണ്, ഒരു പയ്യന് ചീത്ത പറയുന്നതാണ് എന്റെ ഓർമ്മയിലേക്ക് വരുന്നത്. കാര്യം മറ്റൊന്നുമല്ല, ആ ചേച്ചി പറയണത്, ചേച്ചിയുടെ ഭർത്താവ് പറയണത്, ഇവൻ എന്റെ ഭാര്യ കുളിച്ചപ്പോൾ ഇവൻ എത്തി നോക്കി. അപ്പൊ ഇവ പറയും, മാഷെ ഞാൻ കുളിച്ചപ്പോൾ ആ വഴിക്ക് പോയില്ല, ഞാൻ അതിലെ കൂടി ഒരു മൂളിപ്പാട്ടും പാടി പോയെന്ന് മാത്രമേ ഉള്ളൂ, അകത്ത് ആളുണ്ടാന്നറിയാൻ വേണ്ടി പോയതാണ്. ഇല്ല, ഇവൻ എത്തി നോക്കണത് ഞാൻ എന്റെ 2 കണ്ണുകൊണ്ട് കണ്ടതാ, കണ്ണുകൊണ്ടല്ലാതെ കാതുകൊണ്ട് ആരും കാണൂല. എടി നീ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? നിന്നോട് ഞാൻ 3-4 തവണ പറഞ്ഞായിരുന്നോ ആവശ്യമില്ലാത്ത പിള്ളേരെ വീട്ടിൽ വിളിച്ച് കയറ്റണം എന്നുള്ള കാര്യം? അപ്പൊ നീ എന്താ പറഞ്ഞത്? പ്രഭാകരൻ ചേട്ടന്റെ മോനല്ലേ, അവൻ കുഴപ്പമില്ല എന്നുള്ള കാര്യം. ഇപ്പൊ എന്തായി? നീ കുളിക്കുന്ന സമയത്ത് അവൻ ഒന്ന് വിളിച്ച് നോക്കുകയും ചെയ്തു. ഞാൻ പ്രഭാകരൻ ചേട്ടന്റെ വീട്ടിലേക്കാ പോണത്. പുള്ളിനെ കൊണ്ട് പറയണില്ല, വേറെ ഒന്നല്ല, പുള്ളിനെ കണ്ട് പറഞ്ഞാൽ ശരിയാവില്ല. മകനോട് എന്തായാലും കാര്യം ഒന്ന് പറയണമല്ലോ. ഇതിപ്പോ നമ്മൾ ഇന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ ഇവനത് വീണ്ടും ആവർത്തിക്കും. ഒന്നാമത്തെ കാര്യം, അയാളൊരു നല്ല മനുഷ്യൻ. അയാളോട് ഇത് എങ്ങനെ ചെന്ന് പറയോ അയാളുടെ മുഖത്ത് നോക്കി? ഞാൻ വിളിക്കാം. ഓക്കെ. പ്രഭാകരൻ ചേട്ടാ, നീയായിരുന്നു. ഞാനോട് താഴെ കാശ് കൊടുക്കാനുള്ള ടീമായിരിക്കും. മകനെന്തേ? അവൻ പണിക്ക് പോയി. ഇന്ന് ഫോട്ടോ വെച്ചിട്ടാണല്ലോ അവന് പണി. അവനൊന്ന് കാണേണ്ട കാര്യം ഉണ്ടാകും. എന്നാടാ പണിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞോളാം. അല്ല, ചെറിയൊരു പണി കൊടുക്കാൻ വേണ്ടിയാ. ആണോ? പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞോളാം അവനോട്. അല്ല, അവനെ നമുക്കൊന്നും ഇപ്പൊ കാണാൻ ഒരു വഴിയില്ലല്ലേ? ഇപ്പൊ കാണാൻ പണിക്ക് പോയില്ലേ? ഇപ്പൊ കാണാൻ പറ്റുമോ? അവന്റെ നമ്പർ ഉണ്ടോ? ഫോൺ നമ്പർ ഉണ്ട്. അത് എനിക്ക് അറിഞ്ഞൂടാ. അവളോട് രമേശൻ വന്നേക്കടി, ചായ എടുക്ക്. അല്ല, ചായ ഒന്നും വേണ്ട. എനിക്ക് അവനൊന്ന് അത്യാവശ്യം കാണേണ്ട കാര്യം പറ രമേശ. നീ അല്ല, അവനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ്. എന്താ കാര്യം? പോക്കൃത്തരം കാണിക്കരുന്ന് അവനോടൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഞാൻ വന്നെന്ന് പറഞ്ഞു. അങ്ങനെ പോക്കൃത്തരെ കാണിക്കരുന്ന് അവനോട് പറയണമെന്ന് ചേട്ടന്റെ മോനോട്. അന്നേരം പക്ഷെ നീ രാവിലെ വന്നിട്ട് ഒരുമാതിരി ആക്കണ്ട രീതി സംസാരിക്കണത്. ഞാനത് അല്ല, എന്ത് കാണിച്ചെന്നാ പറയണേ? ചേട്ടന്റെ മോനായത് കൊണ്ടാണ് ഞാൻ എന്റെ വീട്ടിൽ കയറ്റി ഇറക്കിയത്, മനസ്സിലായ? നീ ഇവിടെ കയറി ഇറങ്ങണുണ്ടല്ലോ. അല്ല, ഞാനിവിടെ കയറി ഇറങ്ങണ്ട. എന്റെ ഭാഗത്ത് നിന്ന് ഇന്നവർ എന്തെങ്കിലും ഒരു ഫാൾട്ട് ഉണ്ടായിട്ടുണ്ടോ? എന്റെ മകന്റെ ഭാഗത്ത് എന്ത് ഫാൾട്ട് ഉണ്ടായെന്ന് പറ. എന്ത് ഫാൾട്ട് ഉണ്ടായെന്ന് പറ. ചുമ്മാ വീട്ടിലോട്ട് പോക്കൃത്തരം കാണിക്കണമെന്ന് പറഞ്ഞു ഒരു അച്ഛൻ നിലയ്ക്ക് എനിക്ക് അധികാരമില്ലേ ചോദിക്കേണ്ടത്? എന്റെ ചേട്ടാ, എന്റെ ഭാര്യ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടന്റെ മോൻ വന്ന് ഒളിഞ്ഞു നോക്കി. അത് തന്നെ. ഞാനത് പറയണ്ട, അവനോട് മാത്രോട്ട് പറയാലെന്ന് ഓർത്താണ്. പക്ഷെ അങ്ങനെ വരൂല, അങ്ങനെ ചെയ്യൂല. എങ്ങനെയല്ല ഞാൻ വളർത്തണം അവനെ. ആവശ്യമില്ലാത്ത വർത്തമാനം പറയരുത്. എന്താ ആവശ്യമില്ല? രമേശ, നിന്നെ ഞാൻ അങ്ങനെയല്ല കണ്ടിരിക്കണം, ഒരു അനിയല്ലേ പോലെ, ഒരു സഹോദരനെ പോലെ. അല്ലാതെ നിന്നെ ഞാൻ അങ്ങനെയല്ല കണ്ടിരിക്കണം. അത് നീ സംസാരിക്കണം. ചേട്ടന്റെ മോനെ കരിവാരി വെച്ചിട്ട് എനിക്കൊന്നും കിട്ടാതെ എന്റെ ഭാര്യ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒളിഞ്ഞു നോക്കി. അത് ഞാൻ കണ്ടത്. എന്നെ കാണാൻ അവൻ ഓടി. അത് തന്നെ. അത് അവൻ ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞു. ചെയ്യില്ലെന്ന് പറഞ്ഞേക്കാം. ഞാൻ കണ്ടതല്ലേ. ഞാൻ അങ്ങനെയല്ല. അത്ര തന്നെ. സത്യം പറഞ്ഞാൽ ഞാൻ അവരെ കണ്ടു കഴിഞ്ഞിട്ടല്ല, കവളടിച്ചാന്നിരിക്കും ഞാൻ അവനെ. എന്ത് ഒരു വാക്ക് ചെയ്യൂല, നീ ചെയ്യൂല. നാട്ടുകാരുടെ കരക്കാരുടെ മക്കളെ മകത്ത് കയറും. എന്റെ മുമ്പിലൊന്ന് ചാടട്ടെ. സംസാരിക്കണം. തന്റെ മോൻ പോക്കത്തരം കാണിച്ചാൽ പോരാ. അത് വന്ന് പറഞ്ഞപ്പോ സംസാരിക്കും. രമേശ, ഞാൻ പറയണമെന്ന് കേക്ക്. ഇത് പറഞ്ഞു തീർക്കേണ്ട കേസാണ്. നാട്ടുകാരൊക്കെ നാണക്കേടാവും. അല്ല, പിന്നെ വഴക്കിടാതെ എന്ന് പറഞ്ഞ പിന്നെ ചേട്ടനൊന്ന് ആലോചിച്ച് നോക്കി. രമേശ,
ഈ ബാത്റൂമിന്റെ വാതിക്കെ 4 ഇഷ്ടിക ഇട്ട് കഴിഞ്ഞാൽ അതേ കയറി നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും ആ വിഷ്വൽ ഭംഗിയാവൂല, കാണാൻ പറ്റൂല. പിന്നെ ഉള്ളത് ആ ബാത്റൂമിന്റെ ലെഫ്റ്റ് സൈഡിന് ഒരു ദ്വാരയില്ലേ, ആ സോപ്പ് വയ്ക്കുന്ന സ്ഥലത്ത്, അതിലേക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ ആ കപ്പ് ഇങ്ങനെ പൊങ്ങണത്തിന് മാത്രമേ കാണാൻ പറ്റൂ. അല്ല, അത് അത്രേ ഉള്ളൂ, വേറെ അപ്പുറത്തേക്കൊന്നും കാണാൻ പറ്റില്ല. പിന്നെ രമേശ, ആ ബാത്റൂമിന്റെ വാതിലിന്റെ താഴെ ഒരു വിടവില്ലേ, പിന്നെ അതിലേക്കൂടെ നോക്കണം. അതെ, അത് തന്നെ, അതിൽ കൂടെ നോക്കണം. പക്ഷെ ക്ലിയർ അല്ല, ഇവിടം വരെ കാണാൻ പറ്റുള്ളൂ. ബാക്കി ഇവിടം വരെ കാണുള്ളൂ. ഇവിടം വരെ അല്ല, ഇവിടുന്ന് താഴോട്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോടാ, ആ ഫിഗറിലെ എക്സ്പ്രഷൻ കണ്ടാലേ നമുക്കൊരു അല്ലേ, നിനക്കറിയാല്ല കാര്യങ്ങൾ. പിന്നെ നീ ഒരു ചേട്ടത്തിനെ കാണിച്ചു കേട്ടോ. ഞാനെന്ത് ചെയ്ത്? ആ ഭാർഗവഞ്ചന്റെ വീടിന്റെ സൈഡിന് ഒരു ചിലിത്തെങ്ങ് നിൽക്കണ, അതിന്റെ മേളിയിരുന്ന് കാണാം. പക്ഷെ നീ ഷീറ്റിട്ട് വെച്ച് മേടിച്ചു. അയ്യോ, അത് അതുകൊണ്ടല്ല. എന്റെ ഭാര്യ നിന്ന് കുളിക്കുന്ന സമയത്ത് മുകളിൽ ഷീറ്റ് ഇല്ലാത്ത കാരണേ ഈ മഴ പെയ്യുമ്പോ വെള്ളം മുഴുവൻ ബാത്റൂമിൽ കെട്ടിരിക്കും. അതുകൊണ്ടാ. മൊബൈലിൽ കൂടെ നോക്കിയാലും കാണാൻ പറ്റില്ല, തെങ്ങിന്റെ മേളിൽ ഇരുന്നാലും കാണാൻ പറ്റില്ല, ആ സൈഡിൽ ഊട്ട കൂടെ നോക്കിയാലും കാണാൻ പറ്റില്ല. പക്ഷേ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് കാണാൻ പറ്റാത്ത ആ സംഭവം എന്റെ മകനിത് എങ്ങനെ കണ്ടടാ? പട മേടിച്ച് പന്തളത്ത് വന്നപ്പോ പന്തംകുളത്തി പടാന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ദേ ഇപ്പൊ കണ്ട്. പഠിക്കണേട്ടാ, പഠിക്കണേട്ടാ. കമലേച്ചി, ഈ വീടൊക്കെ തുറന്ന് ചിവരങ്ങോട്ട് പോയി. പഠിക്കണേട്ടോ, കമലേച്ചി. നീ എന്താ ഇവിടെ കിടന്ന്? അല്ല, ഇതെന്താണ് കന്നാസൊക്കെ ആയിട്ട്? ഞാനിപ്പം പെട്രോൾ വാങ്ങാൻ പോയല്ലേ. പെട്രോളാ? അത് ശരി. ഞാൻ മുറിയിലേക്ക് നോക്കിയേ. എന്താ പണിക്കരട്ടി കാണണേ? നിങ്ങൾ കള്ളവാറ്റ് തുടങ്ങിയ? കള്ളവാറ്റൊന്നുമല്ലടാ, പിന്നെ ഇത് മുഴുവൻ പെട്രോളാ. പെട്രോളാ? എന്റെ പണിക്കരേട്ടാ, പെട്രോൾ ഒന്നും ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് ഒട്ടും സുരക്ഷിതല്ലേട്ടാ. സുരക്ഷിതത്വം അല്പം കുറവായിരിക്കും, പക്ഷേ ഏറ്റവും ലാഭം എന്ന് പറയുന്നത് ഈ പെട്രോൾ വാങ്ങിച്ചു നോക്കുന്നതാ. എടാ, സ്വർണ്ണം എന്നൊക്കെ പറയുന്നതേ ആഴ്ച കൂടുമ്പോഴാ വില കൂടുന്നത്. പെട്രോൾ അങ്ങനെയല്ല, ഡെയിലി വില കൂടിക്കൊണ്ടിരിക്കല്ലേ. നമുക്ക് മറിച്ചു വിൽക്കാം. അത് കറക്റ്റാട്ടോ. നീ എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാനൊരു കേസിന്റെ കാര്യത്തിൽ വന്നതാ. കേസോ? എന്ത് കേസ്? ആരുടെ പേരില്? ഏത് കേസ്? പണിക്കരേട്ടാ, ഇതൊരു പെണ്ണ് കേസാ. പെണ്ണ് കേസോ? എനിക്ക് ആ മോളിയായിട്ട് അല്പം അടപ്പുണ്ടായിരുന്നുള്ള കാര്യം ശരിയാ, പക്ഷെ അങ്ങനെ വേറെ കണക്ഷനൊന്നുമില്ല. അയ്യോ, അത് ആ കേസല്ല. ഓ, മറ്റേ സൗമനിയായിട്ടുള്ളത്. അവളുടെ ആംഗ്ലമാരൊക്കെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അതിനൊക്കെ മാറിയില്ലേ. എന്റെ പണിക്കരേട്ടാ, ഈ 2 കേസും അല്ല. എന്നാ പിന്നെ ഞാൻ അതങ്ങ് മറച്ചു വെക്കണില്ല. നീ ഉദ്ദേശിച്ച മറ്റേ തൊട്ടടുത്ത വീട്ടിലെ മറ്റേ അമ്മണിക്കുട്ടിയായിട്ടുള്ള കണക്ഷൻ അല്ലേ? അവക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് നേരാ, പക്ഷെ എനിക്ക് അങ്ങോട്ട് അങ്ങനെ ഇല്ല. അത് ശരി. മോളി, സൗമിനി, അമ്മണിക്കുട്ടി എല്ലാരും കൂടി കൊള്ളാലോ പണിക്കരേട്ടൻ. അതെ, ഞാൻ എനിക്കൊരു പെണ്ണ് കാണുന്ന കേസിനെ കുറിച്ചാ പറഞ്ഞത്. അതായിരുന്നാ? അപ്പൊ എല്ലാം പിടികിട്ടിയല്ലേ എന്റെ സീക്രട്സ്? എന്റെ പണിക്കരേട്ടാ, ഞാനൊരു പെണ്ണ് കെട്ടണം എന്ന് പറഞ്ഞ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഭയങ്കര പ്രശ്നം. അപ്പൊ ഒരു പെണ്ണ് കെട്ടിക്കളയാൻ തീരുമാനിച്ച് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാ ഞാനിപ്പോ പണിക്കരേട്ടനത് വന്നത്. അപ്പൊ നീ പെണ്ണ് കെട്ടാൻ പോകുന്നു. ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിക്കേ, ഒന്നുകൂടെ ചിരിക്കേ. ചിരി ആരോഗ്യത്തിന് നല്ലതായിരിക്കും അല്ലേ? അതുകൊണ്ടൊന്നും അല്ല ചിരിക്കാൻ പറഞ്ഞത്. പിന്നെ ഇപ്പോഴേ ചിരിക്കാൻ പറ്റൂ. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാലേ ഈ ചിരിയൊക്കെ പോകും. ചിരിച്ചോ? പഠിക്കട്ടെ, പറഞ്ഞതൊക്കെ ശരിയായിരിക്കും. എന്നാലും വിവാഹം എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ടേണിംഗ് പോയിന്റ് അല്ലേ? അല്ല, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫിനിഷിംഗ് പോയിന്റാ. അപ്പൊ സ്ത്രീക്കോ? സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവൾ അവിടെ നല്ലേ തുടങ്ങുന്നത്. എന്ത് ഞകളിപ്പ്? അത് കൊള്ളാം. അല്ലെ കമലേച്ചിയോട് പോയതാ? അവളുടെ കൂട്ടുകാരി ഷേർലിയുടെ കാലൊടിഞ്ഞ് ആശുപത്രി കിടക്കുക. അവളെ കാണാൻ പോയതാ. വരും. എങ്ങനെയുണ്ട് കൂട്ടുകാരിക്ക്? ഓ, ഒന്നും പറയണ്ട. അവളുടെ കഴുത്തിലും കാലിലും ഒന്നും ഇല്ലാതെ കിടക്കുന്ന കാണുമ്പോ സങ്കടം വരിക. അയ്യോ സോറി, അവളുടെ കഴുത്തിലും കാലിലും ഒക്കെ നീര് വന്ന് കിടക്കുന്ന കാണുമ്പോ സങ്കടം വരിക. അത് ശരി, എന്ത് പറ്റി നമുക്ക്? ഒന്നും പറയണ്ട, ചെറിയൊരു പ്രശ്നം. ഭാര്യയും ഭർത്താവും തമ്മില്. ഷേർലിയുടെ ആങ്ങളയുടെ കല്യാണം. സ്വർണം കൊടുക്കണമെന്ന് ഷേർലി. ഭർത്താവ് പറഞ്ഞു സ്വർണം കൊടുക്കണ്ട, ഭയങ്കര വിലയില്, അതിന് പകരം പൈസ കൊടുത്താൽ മതിയെന്ന്. അങ്ങനെ 1 പറഞ്ഞു, 2 പറഞ്ഞു, 1 പറഞ്ഞു, 2 പറഞ്ഞു, ഭയങ്കര വഴക്കായി. മൂത്ത ഷേർലി ഉണ്ടല്ലോ, മാറി വന്നിട്ട് ഭർത്താവിനെ നോക്കി ഒരൊറ്റ ചവിട്ട്. ഭർത്താവ് മാറിക്കളഞ്ഞു. അവളുടെ കാല് ഭിത്തിമേലിടിച്ച് ഒരു എല്ല് പൊട്ടി. അത് കുഴപ്പമില്ല, അവക്കല്ലേലും ഒരു എല്ല് കൂടുതലാ. എന്നാലും ആ ദുഷ്ടം ഭർത്താവ് മാറി
മാറിയില്ലായിരുന്നെങ്കിൽ അവക്ക് ഈ കിടപ്പ് കിടക്കേണ്ടി വരുമായിരുന്നു. അതേതായാലും കൊള്ളാം. ഏതായാലും കാലെടുത്ത് ചവിട്ടാൻ നോക്കിയത് ഭാര്യ, മാറിക്കളഞ്ഞ ഭർത്താവ് ദുഷ്ടൻ. അല്ല മുരളി, നീ എന്താ ഇവിടെ? എന്റെ കമലേച്ചി, പെണ്ണ് കെട്ടാത്താരുടെ വീട്ടിലും നാട്ടിലും കൂട്ടുകാരുടെ ഇടയിലൊക്കെ ഭയങ്കര പ്രശ്നം. ഒരു പെണ്ണ് കാണാന്ന് വിചാരിച്ച് പഠിക്കണ കുട്ടി പോവാ. അതേതായാലും നന്നായി. ഈ പെണ്ണുങ്ങളെ സെലക്ട് ചെയ്യാൻ ഞാൻ മിടുക്കനാ. കമലിന്റെ ഫേസ് നോക്കിയേ, എന്നാ ബ്യൂട്ടിയാ. പണിക്കരന്റെ സെലക്ഷൻ ഉഗ്രന. പക്ഷേ കമലേച്ചിയുടെ സെലക്ഷൻ അത്ര ശരിയായോന്നൊരു സംശയം. മുരളി, നീ ഒറ്റക്കങ്ങ് പോയാൽ ഞാൻ വരണില്ല. പണിക്കരട്ടെ, ഞാൻ തമാശ പറഞ്ഞല്ലേ? നീ തമാശ പറഞ്ഞാണോ? തമാശ പറഞ്ഞാണോ നീ? തമാശ പറഞ്ഞ കാര്യമായിട്ട് പറഞ്ഞല്ലേ? തമാശ പറഞ്ഞതല്ലേ പണിക്കരട്ടാ? അപ്പൊ നീയല്ലേ പറഞ്ഞത് കാര്യമായിട്ടാ പറഞ്ഞത്? ദൈവമേ, ഇതാന്ന് പറഞ്ഞത്. കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും പ്രശ്നം, കല്യാണം കഴിച്ചാലും പ്രശ്നം. യെസ്,